ഹായ് ഹലോ, ഞങ്ങൾ മൂന്നാറിലേക്ക് ഒരു 3-4 ദിവസത്തെ ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയതാണ്. ആക്ച്വലി ഞങ്ങളിപ്പോൾ മൂന്നാറാണുള്ളത്. ഞങ്ങളുടെ മൂന്നാറത്തെ വിശേഷങ്ങൾ, മൂന്നാർ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ട്രിപ്പ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എടുത്ത്, ഇപ്പം കൊച്ചിൻ്റെത്, എൻ്റെത്, ചായൻ്റെത്, അങ്ങനെ എല്ലായിടത്തും ഞങ്ങൾ കട്ടിലേൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇത് കുറച്ച് ജാക്കറ്റും ടർക്കിയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇച്ചാൻ ഒന്ന് പുറത്ത് പോയേക്കുവാണ്. ഇച്ചാൻ വന്നു കഴിയുമ്പോൾ ഇച്ചാൻ എല്ലാം എടുത്ത് പെട്ടിയിലോട്ട് സെറ്റ് ചെയ്യും. ഞാൻ എല്ലായിടത്തും വെച്ചു, കാരണം ഇതിൽ എന്തൊക്കെയാണ് ഇച്ചാന് വേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ആൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കട്ടെ എന്ന് കരുതി ഞാൻ എല്ലാവർക്കും എടുത്ത് വെച്ചു. അപ്പം ഞങ്ങൾ ട്രിപ്പിന് പോകാൻ പോവാണ്. നമ്മളെവിടെ തൊട്ട് ട്രിപ്പിന് പോകുന്നത്? എവിടെയാ പോകുന്നത്? മറന്നുപോയോ? മൂന്നാറ് പോവല്ലേ നമ്മള് പോവാ. ഇന്ന് നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യണം. ലൈക്കും ഷെയറും കമന്റും ചെയ്താ പറ്റുന്ന കൂട്ടുകാരെ. നിങ്ങള് ലൈക്കും ഷെയറും കമന്റും ചെയ്താടെ ഞങ്ങൾക്ക് പോവാൻ പറ്റുള്ളൂ. ഡോറയോ ഇത്? അങ്ങനെ പോകാനായിട്ട് നമ്മളിത് പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇച്ചാനപ്പുറത്ത് അയൺ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നു. തത്തുമ്മ റെഡിയായി അല്ലേ? തത്തുമ്മ റെഡിയായി. ഇനി തത്തുമ്മേനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇനി കിടത്തി അങ്ങ് ഉറക്കാൻ പോവാണ് അല്ലേ? തത്തുവിനെ ഉറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് റെഡിയാവാനായിട്ട്. ഭയങ്കര ടയേർഡാണ്. ഇത് കോലമൊക്കെ വല്ലാണ്ടിരിക്കുവാണ്. നമുക്കപ്പോൾ റെഡിയാവാം. ഉറങ്ങാം? നോയോ? ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. ബൈ. ബാക്കി ഞങ്ങൾ ഇറങ്ങുമ്പോഴും ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാവേ. അപ്പോൾ ഇപ്പോൾ സമയം വെളുപ്പിന് 3 മണിയായി. ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ്. ഈ ചേന അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നു. തത്തുക്കുട്ടൻ ദേ ഇവിടെ നല്ല ഉറക്കമാണ്. അവളെ റെഡിയാക്കി കിടത്തിയത് കാരണം പിന്നെ ഇനി എടുത്തുകൊണ്ട് പോയാൽ മതി. പിന്നെ ബാക്കി ലഗേജ്, ബാക്കി പുറത്ത് ഇരിപ്പുണ്ട് കുറച്ച് ലഗേജ്, അതൊക്കെ ആയിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇത് എല്ലാവരും ഉറക്കപ്പിച്ചാണ്. അപ്പോൾ നല്ല ഉറക്കക്ഷീണമുണ്ട്. എന്നാലും വെളുപ്പിന് 3 മണിയാകുമ്പോൾ പിള്ളേരെയും കൊണ്ട് പോകാൻ സുഖമാണ്. ആ സമയമാകുമ്പോൾ അവർ സൈലൻ്റായിട്ട് ഉറങ്ങിക്കോളും, അലമ്പുണ്ടാക്കില്ല. അതിനുവേണ്ടി ഞങ്ങൾ വെളുപ്പിനെ പോകാനൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പുറകെ കാണിക്കാം. ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. എങ്ങനത്തെ അമ്മച്ചി റെഡിയായി വന്നിരിക്കുകയാണ്. അവിടെ പോണമ്മ വെളുപ്പിന്? ഞങ്ങള് മൂന്നാറ് ടൂർ പോവുകയാണ്. ഞങ്ങളൊന്ന് കറങ്ങി ചുറ്റിയൊക്കെ വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഇത് പോകാൻ റെഡിയായി. പോകാം. വാ, എല്ലാരും കിറുകിയിരിക്കും ഉറക്കം തൂകി. പോകാനായിട്ട് ഇറങ്ങിയപ്പോ ആകാശത്ത് ഒരു ലവ്. നാല് മണിയായി ഇപ്പോൾ സമയം. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ മാരാരിക്കുളം പള്ളിയുടെ വാതിക്കലെത്തി. പുണ്യാളന് നേർച്ചയിട്ടു. ഇതാണ് ഞങ്ങളുടെ മാരാരിക്കുളം പള്ളി. നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളുടെ യാത്ര തുടങ്ങി.
എല്ലാവരും നല്ല ഉറക്കം കേട്ടോ. പിള്ളേരും വലിയ ആൾക്കാരും എല്ലാവരും ഉറക്കമാണ്. ദേക്കൂട്ടനോട് ഉറങ്ങുന്നു, മഞ്ജു, പിന്നെ അമ്മ, തത്തൂട്ടി എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുവാണ്. അവിടെ ഇച്ചായൻ്റെ മടിയിൽ യോക്കൂട്ടനുണ്ട്. എല്ലാവരും പിള്ളേരെല്ലാം നല്ല ടയേർഡായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഒരു ടൈം കഴിഞ്ഞാൽ ഇതുങ്ങളെല്ലാം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അലമ്പ് തുടങ്ങും. ഓരോന്നായിട്ട് പൊങ്ങി. തത്തു എണീറ്റു, ചേട്ടൻ എണീറ്റു. ചേട്ടൻ്റെ അവിടെ ഉണർന്ന് ഇച്ചായൻ്റെ മടിയിൽ ഇരിപ്പുണ്ട്. തത്തൂട്ടി എണീറ്റു. ഇപ്പം ഈ കൂട്ടനെ മാത്രം ഞങ്ങൾ ഉണർത്താതെ അങ്ങ് പിടിച്ച് വെച്ചേക്കുവാണ്. കൂട്ടന് ഉറക്കമായി പോയി. ഞാൻ ഉണ്ട്. താത്തണ്ട മന ബുക്ക് വെച്ചു എണീറ്റ് മോനെ. ഇനി ആ കാറിനകത്ത് അവൾ പറയും ആരൊക്കെ എവിടെ ഇരിക്കണമെന്ന്. അതൊരു ബഹളമായിരിക്കും. ഞങ്ങളിത് ഒന്ന് ഫ്രഷായിട്ട് മീൻസ് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഒന്ന് നിർത്തി. എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ചു. ആരും രാത്രി പോകുന്നതല്ലേ അവിടുന്ന്. പിള്ളേർക്ക് എണീറ്റപ്പോൾ അവർക്കൊക്കെ വിശക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിക്കാനായിട്ട് നിർത്തി. എല്ലാവരും ചായയൊക്കെ കുടിച്ചു, ഒന്ന് ഫ്രഷായി. ഉണന്നാൽ പിന്നെയുള്ള അലപ്പാണ് കേട്ടോ ഇത്. ഞങ്ങളിവിടെ ആക്ച്വലി ഒരു 4 hours ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ അതെ, പിള്ളേരുടെ കളി തുടങ്ങി. ഇവിടെ ഒരു 4 hours ഞങ്ങളുണ്ടായിരുന്നു. നല്ല സർവീസായിരുന്നു കേട്ടോ ഇവരുടേത്. ഒരു 4 hours ഇവിടെ ഞങ്ങൾ ലഗേജൊക്കെ വെച്ച് ഫ്രഷായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ പുറത്ത് പോയി കഴിച്ചു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുവാട്ടൊക്കെ ഈ കാണുന്നത്. അമ്മേനെ ഞങ്ങളുടെ അവിടെ അകത്തിരുത്തി. നല്ല തണുപ്പാട്ടോ ഇപ്പോഴും. വെച്ചാൽ വെയിലിങ്ങനെ എറിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും നല്ല ഒരു ഇളം തണുപ്പ് കണ്ടോ, മഞ്ഞ് കണ്ടോ, എന്ത് രസമാണെന്നറിയാവോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അകത്തോട്ട് കയറി. ഇതേവിടെ ഒരാൾക്ക് പുന്നാരം കയറി. ആ നേരത്ത് ഞാൻ എടുക്കണം. പിന്നെ പുന്നാരമായി. അപ്പം ചെറുതുങ്ങളുടെ കളി കണ്ടില്ലേ, ഓട്ടത്തോടോട്ടം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോയപ്പം എൻ്റെ അമ്മ വിളിച്ചാട്ടോ. അമ്മ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു, എങ്ങനെ എത്തിയോ എന്തായെന്നൊക്കെ. അതിന് ശേഷം എല്ലാവരും കൂടെ നിന്നത് വീഡിയോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കിക്കേ, എന്തൊരു മഞ്ഞാന്ന്. ഓഫ്. അതിന് ശേഷം ഞങ്ങളിത് അകത്തോട്ട് കയറി കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ വയ്യാത്ത ആളാണ് അമ്മ. അപ്പം സ്റ്റെപ്പൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നാലും ഞങ്ങളുടെ സന്തോഷമാണെന്നല്ലോ എന്ന് കരുതി അമ്മ ഞങ്ങളുടെ ഒപ്പം അങ്ങ് നടക്കുക. ഇതായിരുന്നു ഞങ്ങൾ അവിടെ ഒരു 4 hours സ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഞങ്ങളെടുത്ത റൂം നല്ല റൂമായിരുന്നു കേട്ടോ. നല്ല റൂമായിരുന്നു. അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് 2 മിനിറ്റ് കിടന്നു മാറി. കാര്യം അത്രയും രാത്രിയൊക്കെ ഉറക്കമൊക്കെ നിന്ന് വന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ മാറി ബെഡിൽ ഞാനും തത്തു അമ്മച്ചിയും കൂടെ കിടന്നു. ഇച്ചാനപ്പോൾ താഴെ എന്തോ പോയേക്കുമായിരുന്നു. എൻ്റെ എമ്മിലോട്ടനല്ലേ ഇവിടെ ഇരിക്കേ പരമയൊക്കെ ഇക്കോട്ടെ. ഹായ് പറഞ്ഞേ. ഹലോ ഇക്കോട്ടെ ഇക്കോട്ടെ നോക്കട്ടെ. ഹായ് ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എനിക്ക് പോലെ എടുക്കട്ടെ. എഡിറ്റ് ചെയ്യാതിരണോന്ന് എനിക്കുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോയിരുന്നതിൻ്റെ മുന്നിൽ വെറുപ്പിക്കലാണിത്. ആ കളിയും ബഹളം എല്ലാം കഴിഞ്ഞ് ഫുഡ് വന്നപ്പോൾ തത്തൻ്റെ ലക്ഷണം മാറി. ഒരു സാധനം അവിടെ നിന്ന് കഴിച്ചില്ല. ആ വായിലിങ്ങനെ കൂട്ടി വെച്ചുകൊണ്ട് രണ്ടിരുന്ന്. പിന്നെ രാത്രി ഇതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്ന ആൾ 2 പ്രാവശ്യം വൊമിറ്റ് ചെയ്തൊക്കെ ചെയ്ത് നിർത്തി. എമ്മിൻ്റെ മേക്കപ്പ് ബോക്സാണിത് അല്ലേ? നമ്മൾ റെഡി ആവാൻ പോവല്ലേ? ഈ മേക്കപ്പ് ബോക്സിനെല്ലാം ആരും മേടിച്ചു തന്നാ? മേടിച്ചു തന്നാ? മമ്മിയോ? ഡാഡി. ആ
don't subscribe. Is that അമ്മി അയൺ ചെയ്യണുണ്ട് പൊടി. അപ്പോൾ ഞാൻ അമ്മയുടെ വീഡിയോ എടുക്കാൻ പോവാ ഗൈസ്. അപ്പൊ വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ. ഞാൻ വീഡിയോ എടുക്കട്ടെ. പറയുന്ന പോലെ പറയാമെന്നും പറഞ്ഞ് ഫോൺ എടുത്തതാണ്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങളിനി ദ പ്ലാനറ്റ് മൂന്നാർ അവിടെയാണ് ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രഷായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഇനി കുറച്ച് ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ട്. അത് ഇവിടെ അമ്മ വീഡിയോ എടുക്ക്, ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞ് ഒന്നൊന്നര ബഹളമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫൈനൽ ഔട്ട്ഫിറ്റ്. ഞങ്ങൾ ഫ്രഷായി ഇനി ഞങ്ങൾ പ്ലാനറ്റ് മൂന്നാറിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ യാത്രാവിശേഷങ്ങളുമായി ഞാൻ വരാം. ഓക്കെ, ബൈ ബൈ.